അപ്പൊ ഇന്ന് നമുക്ക് ലക്ഷ്മിയുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അച്ചാർ കമ്പനി തുടങ്ങി. ആര്? ലക്ഷ്മി തന്നെ തുടങ്ങി. അപ്പൊ ആ അച്ചാറ് വിൽക്കണം. അതിന്റെ ഒരു ബ്രാൻഡിങ് പോലെ, നല്ല അച്ചാറാണ്, മറ്റതാണ് മറിച്ചതാണ്, വാങ്ങിക്കൂ വാങ്ങിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചെറിയ ബ്രാൻഡ് ഇങ്ങനെ പറയില്ലേ, അങ്ങനെ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വാങ്ങിക്കണം. ഞാനിത് പലതവണ കഴിച്ചിട്ടുണ്ട്. നല്ല പുളിപ്പുണ്ട്, നല്ല മധുരമുണ്ട്, എന്ത് വേണമെങ്കിലും പറയാം. അച്ചാറിന്റെ ഒരു പേരിടണം, എടുപ്പിക്കണം. അത് അല്ല, അച്ചാറിനൊരു പേര് ഇടണം. റെഡി, 1 2 3 മ്യൂസിക്. ഇത് ലക്ഷ്മിസ് അച്ചാർ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങളുടെ അമ്മമാർ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ നല്ല ടേസ്റ്റി കിടിലൻ അച്ചാറാണ്. പക്ഷെ ഏതൊക്കെ തരത്തിലുള്ള വെറൈറ്റി അച്ചാറുകളാണോ ഉള്ളത്? പല വെറൈറ്റീസ് ഉണ്ട്. ഉപ്പ് കൂടുതലാണ് ഈ അച്ചാറിന്? ഇല്ല, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. എരിവ് കൂടുതലായിരിക്കും. എനിക്ക് വേണ്ട. എരിവ് ഉണ്ട്, പക്ഷെ അതിന്റെ റൈറ്റ് ബാലൻസ് ആണ്. അതിന്റെ ട്രഡീഷൻ ഉണ്ടല്ലോ, വർഷങ്ങളായി. ഇത് എന്തിന്റെ കൂടെ കഴിക്കാം? ഇത് എന്തിന്റെ കൂടെ കഴിക്കാം? വർഷങ്ങളായിരിക്കുന്ന അച്ചാറാണ്, ഒരു ട്രഡീഷൻ ആണ്. പഴയ സീക്രറ്റ്സ് ആണ്. അത് ആരും ഇത് പറയില്ല. ഇത് ഭരണിയിലിട്ട് വെച്ച അച്ചാറാണോ? എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? അല്ലേ? മാങ്ങ മാത്രല്ലേ നിങ്ങൾ വിൽക്കുന്നുള്ളൂ? മാങ്ങ ഉണ്ട്, പക്ഷെ എനിക്ക് നാരങ്ങ മതി. നാരങ്ങയും ഈന്തപ്പഴം, അതിന്റെ കോമ്പിനേഷൻ. നാരങ്ങയും ഈന്തപ്പഴവും രണ്ടും കൂടി മിക്സ് ആയിട്ട്. ഇത് എത്ര നാളായി ഈ പാരമ്പര്യം? എത്ര നാളായി അച്ചാർ പാരമ്പര്യം? 50 വർഷമായി. 50 വർഷമായിട്ട് അമ്മമാരുടെ ട്രഡീഷൻ. അമ്മമാരുടെ ട്രഡീഷണൽ അച്ചാറാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ഇതിപ്പോ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അതൊക്കെ എന്തൊക്കെയാണ്? 1 2 100 ചെയ്യാം. അച്ചാറുണ്ടാക്കുന്നതിലും വേണം 100 ഏത്ത വിടുന്നതാണ്. 100 ഏത്ത വിടാം, പക്ഷെ എനിക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റൂല. ശരി, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ഗെയിമും പണിഷ്മെന്റും ഒക്കെ നിങ്ങൾ രണ്ടുപേരും ചെയ്തു. സൂപ്പർ. അത് ലക്ഷ്മി ചെയ്യുമ്പോ ഒരു ഭംഗിയുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണുമ്പോ അവർക്ക് അതൊരു മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള എന്റെ അടുത്ത മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. കുറേ വിശേഷങ്ങൾ കൃഷ്ണയുടെയും ലക്ഷ്മിയുടെയും കേട്ടു. പാട്ട്, ഡാൻസ്, അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് സമ്മാനിച്ചതിന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ 3 പേരും ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പിസോഡിന്റെ വൈൻഡ് അപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡാൻസ് കളിക്കാൻ തോന്നുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇവർക്ക് ഡാൻസ് കളിക്കാൻ തോന്നും, കാരണം ഇവർ കിഡിലൻ ഡാൻസേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കപ്പ് തൽക്കാലം ഞാൻ ഇങ്ങനെ മാറ്റി വെക്കാം. നമുക്കൊരു അടിപൊളി ഡാൻസ് കളിച്ചിട്ട് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയാം. ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞങ്ങൾ 3 പേരും ചേർന്ന് ടാറ്റ ബൈ ബൈ പറയുന്നു. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.